Prove that the quadrilateral with the sides as the tangent at the end of a pair of perpendicular chords of a circle is cyclic. What sort of a quadrilateral do we get if one chord is a diameter and if both chords are diameter? ഒരു വൃത്തത്തിലെ പരസ്പര ലംബമായ രണ്ട് ഞാണുകളുടെ അറ്റങ്ങളിലൂടെയുള്ള തൊടുവരകൾ വശങ്ങളായ ചതുർഭുജം ചക്രീയമാണെന്ന് തെളിയിക്കുക. ഇതിലെ ഒരു ഞാൺ വ്യാസമായാൽ ഏത് തരം ചതുർഭുജമാണ് കിട്ടുന്നത്? രണ്ട് ഞാണും വ്യാസമായാൽ. ഇപ്പൊ ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു നീല വൃത്തം, അതിലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കോഡുകൾ തന്നിട്ടുണ്ട്. ഈ കോഡുകളുടെ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്നതിലൂടെ വരച്ചിട്ടുള്ള ടാൻജന്റുകൾ, ആ ടാൻജന്റുകൾ കൂട്ടിമുട്ടുന്ന ചതുർഭുജം ഉണ്ടല്ലോ, അതൊരു സൈക്ലിക് ആണ് അഥവാ ചക്രീയമാണെന്ന് തെളിയിക്കണം. എതിർക്കോണുകൾ എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും അഥവാ അനുപൂരങ്ങൾ. അപ്പൊ എതിർക്കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ടെന്ന് എന്ത് ചെയ്താൽ മതി? തെളിയിച്ചാൽ മതി. ഞാൻ അതിന് ഓരോ പേരുകൾ കൊടുത്തു. ഇനി പി സി ഈക്വൽ ടു എൻ സി, നമുക്ക് എന്ത് പറയാം? പി സിയും എൻ സിയും ഈക്വൽ ആണെന്ന് പറയാം. വൃത്തത്തിന് പുറത്തുള്ള രണ്ട് ടാൻജന്റുകളാണ്. വൃത്തത്തിന് പുറത്തുള്ള ഒരു പോയിന്റ് വരച്ച ടാൻജന്റുകൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ പി ക്യു ആൻഡ് എം എൻ പറയുന്ന പെർപെൻഡിക്കുലർ കോഡാണ്, അഥവാ പരസ്പരം ലംബമായ ഞാണുകളാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, പി ക്യു എവിടെ? പി ക്യു ആൻഡ് എം എൻ ആ പെർപെൻഡിക്കുലർ കോഡ്സ്, ലംബമായ ഞാണുകളാണ്. പി ഒ എൻ ഈക്വൽ ടു, പി ഒ എൻ എന്ന് പറയുന്നത് 90 കിട്ടും. അതേപോലെ തന്നെ എം ഒ ക്യു നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. ദെൻ പി ഒ എൻ പ്ലസ് പി സി എൻ നമുക്ക് 180 എടുത്തു കഴിഞ്ഞാൽ പി ഒ എൻ നമുക്ക് എത്രയാണ്? 90 ആണ്. സോ പി സി എൻ ഈക്വൽ ടു 180 മൈനസ് 90 and that is 90. അപ്പൊ പി സി എൻ നമുക്ക് 90 കിട്ടി. ഇനി അതേപോലെ തന്നെ എം ഒ ക്യു പ്ലസ് എം എ ക്യു എന്ന് പറയുന്നത് 180 എന്ന് എടുത്തു. അതില് എം എ ക്യു, എം ഒ ക്യു 90 നമുക്കറിയാം. അതിപ്പുറം വരുമ്പോ എന്താവും? മൈനസ് 90 ആവും. അപ്പൊ 180 മൈനസ് 90, അത് നമുക്ക് എന്ത് കിട്ടും? 90 കിട്ടും. ഇനി ഫ്രം 1 and 2, ഇത് രണ്ടും കൂടി നമ്മൾ എടുക്കുകയാണ്, 1 and 2 എടുക്കുകയാണ്. അപ്പൊ ആ രണ്ട് കോണുകൾ, രണ്ട് എതിർക്കോണുകളാണ് അപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ലേ, അത് രണ്ടും നമുക്കൊന്ന് കൂട്ടി വെക്കാം. ഓക്കെ, പി സി എൻ പ്ലസ് എം എ ക്യു എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 90 നമുക്ക് എന്ത് കിട്ടും? 180. അപ്പൊ എതിർക്കോണുകൾ സപ്ലിമെന്ററി ആയതുകൊണ്ട് തന്നെ ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി, therefore ABCD is a cyclic quadrilateral. എതിർക്കോണുകൾ അനുപൂരകമായതുകൊണ്ട് ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്. If one of the chord is a diameter, then ABCD is a trapezium. ഒരു കോഡ് ഡയമീറ്റർ ആണ്. നമ്മൾ പഠിച്ചാണ് ഒരു സർക്കിളിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റത്ത് വരക്കുന്ന രണ്ട് വരകള് പാരലൽ ആണ്, രണ്ട് ടാൻജന്റുകൾ പാരലൽ ആണെന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഇതൊരു ഡയമീറ്റർ ആയാലും, ഒരു കോഡ് ഡയമീറ്റർ ആയാലും ഈ രണ്ട് സൈഡുകൾ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിട്ട് കിട്ടിയാല് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രപ്പീസിയം എന്ന് പറയാം. ഇനി രണ്ട് സൈഡും ഡയമീറ്റർ ആണെങ്കിൽ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും എന്തായിട്ട് കിട്ടും? രണ്ട് ഓപ്പോസിറ്റ് സൈഡും പാരലൽ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത്തുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സമചതുരായിരിക്കും. ഓക്കെ, സ്ക്വയർ ആയിരിക്കും.